നമസ്കാരം. തമ്പനിയിൽ കണ്ടല്ലേ? അപ്പൊ നേരെ കാര്യത്തിലോട്ട് പോവാം. എന്താണ് MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ? ഓവർ കറണ്ട് ഫ്ലോ കൊണ്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾക്കോ ഉപകരണങ്ങൾക്കോ കേടുവരാതെ ഓട്ടോമാറ്റിക്കായി ഡിസ്കണക്ട് ആവുന്ന ഒരു ഇലക്ട്രിക് സ്വിച്ചാണ് MCB. ഓവർ കറണ്ട് മാത്രമല്ല, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലും ഡിസ്കണക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള തരത്തിലാണ് MCB നിർമ്മിച്ചിരിക്കുന്നത്. ഒരു MCB എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ നെയിം പ്ലേറ്റിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതാണ്. അതൊക്കെ എന്താണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നതിൽ ഇവിടെ C40 എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഇതിൽ C എന്നുള്ളത് ട്രിപ്പിംഗ് കർവാണ്. അതെന്താണെന്ന് മുമ്പോട്ട് പോകുമ്പോൾ പറയാം. ഇനി 40 എന്നുള്ളതാണ് ഇതിൻ്റെ MCBയുടെ മാക്സിമം ഓവർലോഡ് ട്രിപ്പിംഗ് കറണ്ട്. അതിന് താഴെയുള്ള 6000, 3 എന്ന് രണ്ടക്കങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന അൾട്ടിമേറ്റ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഉപകരണങ്ങൾക്കൊന്നും ഡാമേജ് ഉണ്ടാവാതെ MCBക്ക് കറക്റ്റ് വർക്ക് ആവാൻ പറ്റുന്ന മാക്സിമം ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ്. അതിനടുത്തുള്ള 3 എന്നുള്ളത് ഒരു ക്ലാസിഫിക്കേഷൻ നമ്പറാണ്. LT എന്ന് പറയും, അഥവാ ലെറ്റ് ത്രൂ എനർജി എന്നും പറയും. ഇവിടെ ഒരു 40 ആംപിയർ MCB ഒരു ലോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാക്സിമം 40 ആംപിയർ വരെ ലോഡ് എടുത്തു കഴിഞ്ഞാലും MCB ട്രിപ്പ് ആവില്ല. പക്ഷെ 40 മുകളിലോട്ട് ആംപിയർ എടുക്കുന്ന സമയത്ത് MCB ട്രിപ്പ് ആവും. ഇപ്പോൾ ഇവിടെ MCB ട്രിപ്പ് ആയത് ഒരു ബയോമെറ്റൽ സ്ട്രിപ്പ് ഹീറ്റായി അത് ബെൻഡായിട്ടാണ് ട്രിപ്പ് ആയത്. പക്ഷേ ഇതിലെ ഷോർട്ട് സർക്യൂട്ട് മെക്കാനിസം വർക്ക് ആവുന്നത് ഒരു സോളിനോയിഡ് വഴിയാണ്. ഓവർ കറണ്ട് ട്രിപ്പിംഗ് നടക്കുന്നത് ഒരു ബയോമെറ്റൽ സ്ട്രിപ്പ് ചൂടായി അത് വളഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ വളരെ പെട്ടെന്നൊരു ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടായാൽ എന്ത് ചെയ്യും? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രിപ്പിംഗ് കർവ് ക്ലാസിഫിക്കേഷൻ ഉപയോഗം വരുന്നത്. കോമൺ ആയിട്ട് 5 തരത്തിലുള്ള ട്രിപ്പിംഗ് കർവ് തരങ്ങളുള്ള MCBകളാണ് നിലവിലുള്ളത്. B, C, D, K, Z കർവ് എന്നുള്ള MCBകളാണ് ഉള്ളത്. ഇനി ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണെന്നൊക്കെ നോക്കാം. ആദ്യത്തേത് B കർവ് ടൈപ്പ് MCB ആണ്. ഇതിൻ്റെ ട്രിപ്പിംഗ് കറണ്ട് എന്ന് പറയുന്നത് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ട്രിപ്പിംഗ് കറണ്ടിൻ്റെ 3 മുതൽ 5 ഇരട്ടി വരെയാണ്. പക്ഷേ 0.4നും 13 സെക്കൻഡിനിടയിൽ MCB ട്രിപ്പാവും. ഇത്തരം MCBകൾ റെസിസ്റ്റീവ് ആയിട്ടുള്ള ലോഡുകളിൽ ഉപയോഗിക്കാനാണ് കിട്ടുന്നത്. അതായത് അവിടെ തുടക്കത്തിൽ ഹൈ കറണ്ട് എടുക്കുന്ന എക്യുപ്മെന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ലൈറ്റിംഗ് സർക്യൂട്ടുകൾ, ചെറിയ ഇലക്ട്രിക് സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇവിടെ 20 ആംപിയർ റേറ്റിംഗ് ഉള്ള ഒരു B കർവ് MCB ആണ് കൊടുത്തിരിക്കുന്നത്. B കർവ് MCB ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേറ്റഡ് കറണ്ടിന്റെ 3 മുതൽ 5 ഇരട്ടി വരെ ട്രിപ്പിംഗ് കറണ്ട് ഉള്ളതാണ്. രണ്ടാമത്തേത് C കർവ് MCB. C കർവ് MCBക്ക് അതിൽ റേറ്റഡ് കറണ്ടിന്റെ 5 മുതൽ 10 ഇരട്ടി വരെയാണ് ട്രിപ്പിംഗ് കറണ്ട് കപ്പാസിറ്റി. 0.04 to 5 സെക്കൻഡ് വരെയാണ് MCBയുടെ ട്രിപ്പിംഗ് ടൈം. C കർവിലുള്ള ഇത്തരം MCBകൾ ചെറിയ തോതിലുള്ള സ്റ്റാർട്ടപ്പ് ഇൻട്രസ്റ്റ് കറണ്ട് എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാം. അടുത്തത് D കർവ് MCB ആണ്. D കർവ് MCBയുടെ ഓവർലോഡ് ട്രിപ്പിംഗ് കറണ്ട് എന്ന് പറയുന്നത് അതിൽ എഴുതിയിരിക്കുന്നതിനെക്കാട്ടും 10 മുതൽ 15 ഇരട്ടി വരെയാണ്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 0.04 മുതൽ 3 സെക്കൻഡ് വരെയാണ്. ഇത് ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഹൈ ഇൻട്രസ്റ്റ് കറണ്ടുള്ള ആപ്ലിക്കേഷനുകൾക്കാണ്. ഉദാഹരണത്തിന് മോട്ടോർ ലോഡുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് K കർവ് MCB. ഇതിൻ്റെ ഓവർലോഡ് ട്രിപ്പിംഗ് കറണ്ട് എന്ന് പറയുന്നത് 8 മുതൽ 12 ഇരട്ടി വരെയാണ്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്, 0.1 സെക്കൻഡിനേക്കാളും താഴെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ കറണ്ട് സ്റ്റാർട്ടപ്പിൽ എടുക്കുന്ന ബാറ്ററി ചാർജർ, എക്സ്റേ മെഷീൻ, വെൽഡിംഗ് ട്രാൻസ്ഫർ അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി അവസാനത്തേത് Z കർവ് MCB ആണ്. ഇതിൻ്റെ ഓവർലോഡ് ട്രിപ്പിംഗ് കറണ്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെക്കാട്ടിയും 2 മുതൽ 3 ഇരട്ടി വരെയാണ്. ഇതിൻ്റെയും ഓപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് 0.1 സെക്കൻഡിനേക്കാൾ താഴെയാണ്. അപ്പോൾ ഇത് ഇത്രയും ഹൈലി സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടറുകളുടെയൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു MCBയുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇൻകമിംഗ് ടെർമിനൽ, ഫിക്സഡ് കോണ്ടാക്ട്, ആർക്ക് ച്യൂട്ട്, ഡൈനാമിക് കോണ്ടാക്ട്, ഔട്ട് ഗോയിങ് ടെർമിനൽ, ബയോമെറ്റൽ സ്ട്രിപ്പ്, ലാച്ച്, സ്വിച്ച്, പ്ലങ്ങർ, സോളിനോയിഡ്. ഒരു MCBയുടെ ഉള്ളിൽ നടക്കുന്ന വർക്കിംഗ് എന്താണെന്ന് സിമ്പിളായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2D ആനിമേഷൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ 3 സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്. നോർമൽ സ്റ്റേജ്, ഷോർട്ട് സർക്യൂട്ട് സ്റ്റേജ്, ഓവർ കറണ്ട് സ്റ്റേജ് എന്നിങ്ങനെ 3 എണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് MCBയിലെ സോളിനോയിഡ് മാഗ്നറ്റൈസ് ആവുകയും അങ്ങനെയാണ് MCB ട്രിപ്പ് ആകുന്നത്. ഇനി ഓവർ കറണ്ട് കടന്നു പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഇതിലെ ബയോമെറ്റൽ സ്ട്രിപ്പ് ചൂടായി വളയും. അങ്ങനെയാണ് MCB ട്രിപ്പ് ആകുന്നത്. ഞാനിവിടെ പഴയ ഒരു MCB എടുത്തിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഫിസിക്കൽ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നു. അത് കാണുമ്പോഴത്തേക്ക് ഏകദേശം അതിനുള്ളിലെ വർക്കിംഗ് ഫിസിക്കലി എങ്ങനെയാണെന്നുള്ള മനസ്സിലാവും.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നല്ലതാണെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.